നടി കാവ്യ മാധവനെ സംബന്ധിച്ച് ഇത് ആശ്വാസത്തിന്റെ നാളുകളാണ്. ഭർത്താവായ ദിലീപ് നടൻ ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റവാളിയല്ലെന്ന് കോടതി വിധി വന്നിരിക്കുന്നു. കുറ്റപ്പെടുത്തലുകളുടെയും അധിക്ഷേപങ്ങളുടെയും നാളുകളിൽ ഒരു പരിധിവരെ അവസാനിച്ചിരിക്കുന്നു. 8.5 വർഷങ്ങളായി ഈ കേസ് മുന്നോട്ട് പോയത്. ഇതിനിടെ കാവ്യ ലൈംലൈറ്റിൽ നിന്ന് പൂർണ്ണമായും മാറുന്ന ഒരു കാലമുണ്ടായിരുന്നു. അടുത്ത കാലത്താണ് നടി സോഷ്യൽ മീഡിയയിൽ സാന്നിധ്യം അറിയിച്ചു തുടങ്ങിയത്. ഇതിനിടെ സിനിമാ ലോകത്ത് കാവ്യയ്ക്കുണ്ടായ പല സൗഹൃദങ്ങളും ഇല്ലാതായി. ഗായിക റിമി ടോമിയും കാവ്യ മാധവനും ഒരു കാലത്ത് അടുത്ത സുഹൃത്തുക്കളായിരുന്നു. രണ്ടുപേരുടെയും കരച്ചിലെ വളച്ച കാലം ഏകദേശം ഒരേ കാലഘട്ടത്തിൽ. മീശ മാധവൻ എന്ന ദിലീപ് ചിത്രത്തിൽ കാവ്യ നായികയായപ്പോൾ റിമി ഈ സിനിമയിലൂടെ ഗായികയിലൂടെ ശ്രദ്ധ നേടി. പിന്നീടങ്ങോട്ട് രണ്ടുപേരുടെയും പടിപടിയായുള്ള വളർച്ചയാണ് സിനിമാ ലോകം കണ്ടത്. കാവ്യ മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നായികയായി നടിയായി മാറി. റിമി പിന്നണി ഗാനവും സ്റ്റേജ് ഷോയുമെല്ലാം വലിയ ജനപ്രീതി നേടി. ഉയർച്ചയിലും ഇവരുടെ സൗഹൃദം ദൃഢമായിരുന്നു. വിദേശ ഷോകളിൽ ഇവർ മിക്കപ്പോഴും ഒരുമിച്ചായിരുന്നു. ഞാൻ തുടങ്ങിയ കാലം മുതൽ മലയാള സിനിമ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന നായിക കാവ്യയാണ്. നല്ല സുഹൃത്താണ്. പാലായിലുള്ള വീട്ടിൽ ആ വഴി പോകുമ്പോൾ വിളിച്ചില്ലെങ്കിലും കയറി വരാൻ കാണുന്ന മനസ്സുണ്ട്. നല്ലൊരു മനസ്സിനുടമയാണ് കാവ്യ എന്ന് ഒരിക്കൽ റിമി ടോമി പറഞ്ഞിരുന്നു. കൂടാതെ നിരവധി വേദികളിൽ ഇവർ തമ്മിലുള്ള സൗഹൃദം പ്രകടമായിരുന്നു. റിമി ആങ്കറായ 113 ഷോയിൽ 2 തവണ കാവ്യ അതിഥിയായി വന്നിട്ടുമുണ്ട്. എന്നാൽ ഏറെക്കാലമായി ഇവരെ ഒരുമിച്ച് കാണാറേയില്ല. എന്താണ് ഈ സൗഹൃദത്തിന് സംഭവിച്ചതെന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ റിമി കാവ്യയെ ഫോളോ ചെയ്യുന്നുണ്ട്. എന്നാൽ കാവ്യ തിരിച്ച് ഫോളോ ചെയ്തിട്ടില്ല. നടി ആക്രമിക്കപ്പെട്ട കേസ് റിമി അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി ദിലീപിന് എതിരാണെന്ന് ബാധിച്ചത്. നടി ആക്രമിക്കപ്പെട്ട വിവരമറിഞ്ഞ് കാവ്യയെ വിളിച്ചപ്പോൾ കാവ്യയുടെ പ്രതികരണത്തിൽ ഞെട്ടില്ലായിരുന്നെന്നും ഇത് അസ്വാഭാവികമായി തോന്നിയെന്നും റിമി പറഞ്ഞിരുന്നു. കോടതി റിമി മൊഴി മാറ്റിയിട്ടുമില്ല. ഈ സംഭവം കാരണം കാവ്യ റിമിയുമായുള്ള സൗഹൃദം അവസാനിപ്പിച്ചു എന്ന ചോദ്യമുണ്ട്. തനിക്കും ഭർത്താവിനുണ്ടായ കഷ്ടങ്ങൾ കാവ്യ പെട്ടെന്നൊന്നും മറക്കില്ലെന്ന് ഉറപ്പാണ്. ഒരിക്കൽ ഇതിനെക്കുറിച്ച് കാവ്യ സംസാരിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞുപോയ ഒരു നിമിഷം മറന്നു പോകരുത് ദിലീപേട്ടൻ ഓർമ്മിപ്പിക്കാറുണ്ട്. അനുഭവിച്ച കാര്യങ്ങളെല്ലാം എഴുതണം. എല്ലാം തുറന്നു പറയാനുള്ള ദിവസം വരുമെന്ന് ഉറപ്പാണ്. അന്നെല്ലാം തുറന്നു പറയുമെന്ന് കാവ്യമാധവൻ പറഞ്ഞു. ഒരിക്കൽ വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അത് വിവാദമായി മാറിയായിരുന്നു.